ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്നൊരു സന്തോഷ വാർത്തയാണെന്ന് പറയാൻ പോകുന്നത്. എന്നോട് ആരെല്ലാം ചോദിച്ചു, എന്നോട് കമൻറ്റിലൂടെ എന്നെ കണ്ട മക്കളെല്ലാം ചോദിച്ചു, അമ്മേൻ്റെ വാച്ച് ഓവറായോ എന്ന് ചോദിച്ചു. എൻ്റെ വാച്ച് ഓവറായി 3-4 ദിവസമായി, മോണിറ്റേഷനായി. അത് പറയാം, പിന്നെ മോണിറ്റേഷൻ ആയത് പൈസ വാങ്ങുമ്പോൾ പറയാമെന്ന് വരട്ടാന്ന് ഞാൻ പിന്നെ ആരെല്ലോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മതി, ഇപ്പം അതിനെടുത്ത് ആദ്യം പറയണ്ടെന്ന് നട്ടാന്ന്. അത് നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പറ്റിയിട്ടുള്ള നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ആ ഒരു പുണ്യം ചെറുതൊന്നുമല്ല. അത് നിങ്ങളോട് പറയണ ആർക്കും പങ്കുവെക്കണമെന്നുണ്ട്. അന്ന് തന്നെ എനിക്ക് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കന്നത് ഞാൻ അങ്ങനെ ഒന്ന് രണ്ടാളോട് ചോദിച്ചാലും പറഞ്ഞു, നിങ്ങളിപ്പം പങ്കുവെക്കേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് പേഴ്സെല്ലാം കിട്ടാൻ നോക്കട്ടെ, അന്നേരം പങ്കുവെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതവിടെ നിർത്തി. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു, ഇനി അവരോട് എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾ പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഞാനിപ്പം പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എന്നെ നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല. മോണിറ്റേഷൻ ആയതിൻ്റെ കാരണം തന്നെ നിങ്ങളാണ്. ഞാൻ വീഡിയോ എടുത്തിടുന്നതെന്ന് മാത്രമേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒരു വ്യൂസ് പോലും കിട്ടില്ല. ഇനിയും തന്നെ നിങ്ങളിപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും എനിക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ കണ്ട് എനിക്ക് അതിന് വേണ്ടുന്ന ഇഷ്ടംപോലെ കണ്ട് എല്ലാം കണ്ട് ഇനി വ്യൂസ് തീരുന്നവരെ കാണുകയും വേണം. പിന്നെ വ്യൂസ് കിട്ടണം. അത് മാത്രമല്ല, നമ്മൾ പിന്നെ പരസ്യം വരുമ്പോൾ ഒന്ന് ഓഫാക്കാണ്ട് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ തീരുന്നവരെ കണ്ട് എല്ലാവരും പിന്നെ കമൻറ്റ് ചെയ്യുകയും വേണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ ഇത് സബ്സ്ക്രൈബും ചെയ്യണം. ഇതെല്ലാം ചെയ്ത് എന്നും എനിക്കുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എനിക്ക് ഇവിടെ എത്തിച്ചു നിങ്ങൾ 2 മാസം കൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചു തന്നു. അതാണ് ചെറിയ കാര്യമല്ല. ഇനി എനിക്ക് നിങ്ങളോട് എല്ലാവരും ഞാൻ പിന്നെ എന്നാ പറയണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് എനിക്ക് സന്തോഷം പങ്കുവെക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുത്തിരിക്കുകയെന്ന് എനിക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയാം, എല്ലാവർക്കും മനസ്സിലായി. ഇനി അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങളോട് ഞാൻ ഇത് പറയാഞ്ഞാൽ എനിക്ക് അന്ന് തന്നെ എനിക്ക് പറയണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാനത് പറയാത്തത് എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും മനസ്സിൽ വിചാരിക്കരുത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയല്ലോ, ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നുള്ളത് വിചാരിക്കാൻ. എനിക്ക് എന്തുണ്ട് കാര്യമുണ്ടെങ്കിൽ നിങ്ങളറിയാതെ ഒരു കാര്യവും എനിക്ക് വേണ്ട. നിങ്ങളാണ് എൻ്റെ എല്ലാം. നിങ്ങളുണ്ടായിട്ടാണ് ഞാൻ ഈ ഇവിടെ എത്തിയതും ഈ മോണിറ്റേഷൻ വരെ ആയതും നിങ്ങളുണ്ടായിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം വേണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് ഇന്ന് പറയാൻ നേരിച്ചിട്ട് മുമ്പൊക്കെ നേരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നത്. ഇനിയിപ്പോൾ കുറച്ച് കമൻറ്റിൽ ആരെല്ലാം ചോദിച്ചിട്ടുണ്ട് അമ്മേൻ്റെ നാട് എവിടെയാണ് എന്ന്. എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ മലപ്പട്ടം പഞ്ചായത്തിൽ, തളിപ്പറമ്പ് താലൂക്ക്, മലപ്പട്ടം പഞ്ചായത്തിൽ അടുവാപ്പുറം എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ താമസം. എൻ്റെ മാമാനത്തമ്പലം എന്ന് പറയും. കണ്ണൂർ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് മാമാനത്തമ്പലം എന്നാണ്. മാമാനത്തമ്പലത്തിൽ വരാത്ത ആൾക്കാർ കുറയും. കേരളത്തിലുള്ളവരും അധികം ആൾക്കാരും മാമാനത്തമ്പലത്തിലേക്ക് വരും. അതുകൊണ്ട് മാമാനത്തമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവും. അതാണ് ഞാൻ ആ മാമാനത്തമ്പലത്തിൻ്റെ പേര് പറയുന്നത്. പിന്നത്തെ എന്താ പറയുക വെച്ചാൽ, അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാനും എൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിപ്പം നിങ്ങളോട് പറയാം. ഇനിയിപ്പോൾ എനിക്ക് ഒരു അമ്മയുണ്ട്, വയസ്സായ അമ്മയാണ്. പിന്നെ ഞാനും പിന്നെ അമ്മ കിടത്ത പോലെ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ എനിക്കാവില്ല. എൻ്റെ മോള് രാവിലെ ഒന്നരാടം വന്നിട്ട് രാവിലെ വന്ന് കുളിപ്പിച്ചിട്ടെല്ലാം പൊട്ടിയാക്കിയിട്ട് പോകും. രാവിലെ ആയി ഞാൻ കിടക്കയിൽ തന്നെ ഞാൻ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അമ്മേനെ തുണി മുക്കിയിട്ട് തടിയിട്ട് കുളിപ്പിച്ചിട്ട് അങ്ങനെയല്ലാന്ന് ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെയല്ല അങ്ങ് പോകുന്നു. വേറെ ആരും വരാനോ പോകാനൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ചരിത്രമുള്ളത്. പിന്നെ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഇതുവരെ ആയിട്ട് 4 ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്ക്. ആദ്യത്തെ ഓപ്പറേഷൻ വെരിക്കോസിൻ്റെ ഓപ്പറേഷനായിരുന്നു. അതും വലിയ നല്ലപോലെ ആയ ശേഷം 5-8 കൊല്ലം ഞാൻ പുണ്ണും കെട്ടിയിട്ട് ഇങ്ങനെ നടന്നതിന് ശേഷമാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ പുണ്ണ് കുറച്ച് കുറഞ്ഞു. അതിന് ശേഷമാണ് എനിക്ക് മുട്ടിന് വന്നിട്ടും 2-3-4 കൊല്ലം ഞാൻ മുട്ടിന് വേദന കൊണ്ട് വേദനേൻ്റെ ഗുളിക തന്നിട്ടും അങ്ങനെയെല്ലാം ഒപ്പിച്ചു. പിന്നെ തീരെ ആവാതെ ഉണ്ടായ ശേഷമാണ് മുട്ടിൻ്റെ ഓപ്പറേഷൻ. മുട്ടിന് മാറ്റി 2 ചിരട്ടയും മാറ്റി വെച്ച് 4 കൊല്ലമായി ഞാൻ ചിരട്ട മാറ്റി വെച്ചിട്ട്. അതിപ്പം കഴിഞ്ഞ വർഷമേ എൻ്റെ മുട്ടിന് ലേശം ഒരു സ്ക്രൂ കളിയിട്ടാവില്ല ഒന്നിൻ്റെ മുട്ടിന്. അപ്പോൾ നടുവേദനയാണെങ്കിൽ നടുവേദനയും കൂടും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പണിയും എടുത്തിനായിരുന്നു. പിന്നെ പച്ചക്കറി നടലും വാഴ നടലും വയലിൽ പോലും പിന്നെ റബ്ബർ ടാപ്പിങ് ചെയ്യലും എല്ലാ പണിയും ഞാൻ എടുക്കലുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കുത്തിയിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ ഒരു വടി കുത്തിയിട്ടേ നടക്കല്ലോ, എവിടെയും വീഴാതെ ഉണ്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കൽ. ഈ വളപ്പിലുള്ള ടാപ്പിങ്ങും ചെയ്യും, പാലെടുത്ത് കൊണ്ടുവരും, അത് ഷീറ്റ് അടിച്ചിട്ടാക്കും. അങ്ങനെ എല്ലാ പണിയും ഞാൻ എടുക്കലുണ്ട്. പിന്നെ പശുവിനെ നോക്കലുണ്ടായിരുന്നു. കോഴി ഉണ്ടായിരുന്നു. നേരം കോഴിക്ക് തീറ്റിയിട്ട് കൊടുക്കും. അതെല്ലാം വേണം. തേനീച്ച ഉണ്ടായിരുന്നു. തേനെടുക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു.
ഇപ്പം മത്സ്യക്കുളമാക്കീനി, മത്സ്യവും ആക്കീനായിരുന്നു. വന്നതിന് ശേഷമാണ് മത്സ്യക്കുളത്തിലാക്കീനി. അങ്ങനെ എല്ലാ കാര്യവും ഞാൻ ചെയ്തു വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് പിന്നെ വീണ് പോയത് കൊണ്ടാണ് ആ മുട്ടിന് ലേശം ലൂസായിപ്പോയി. പിന്നെ ചാടിച്ചു പോയി ഞാൻ. ആ വീണത് മാത്രമല്ല ചാടിച്ചു പോയിന്, വെച്ചടിച്ചു പോയത് കൊണ്ട് അടുത്ത ആ മുട്ടിൻ്റെ ഒരു സ്ക്രൂ കളിയിട്ടാണ് ഉള്ളത്. അതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചാലും പറഞ്ഞതെന്ന് വെച്ചാൽ അതിപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റേ കാലിനും കൂടി വരും. അതുകൊണ്ട് നിങ്ങൾ മാറ്റി വേഗം അത്രയും വേഗം വെക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം വെക്കടിക്കൽ ഒരുപാട് പൈസ വേണം, 2 ലക്ഷത്തിലധികം വേണം പൈസ എന്നാണ് പറയുന്നത്. 1,50,000 ആ മുട്ടിന് തന്നെ വേണം. പിന്നെ ബാക്കി ആ ഓപ്പറേഷൻ ചെയ്യുന്ന ചിലവും മറ്റുള്ള നമ്മൾ ഒരാഴ്ച നിൽക്കണം മുട്ട് മാറ്റി വെച്ചാൽ. ആ ഒരാഴ്ച നിൽക്കേണ്ട ചിലവും എല്ലാം കൂടിയാകുമ്പം 2-2.5 ലക്ഷം ഉറുപ്പികയാവും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കുറച്ച് വൈകിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കുറച്ചും കൂടി കഴിയട്ടെ. പിന്നെ നിൽക്കാൻ ഒരാൾ വേണം, വീട്ടിൽ കൂടെ നിൽക്കാൻ ഒരാൾ വേണം, അമ്മേനെ നോക്കാൻ ഒരാൾ വേണം. അതിനൊന്നും ആളില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പോൾ 6 മാസമായി 6 മാസമേ ആയില്ലൂ ഞാൻ പിന്നെ നട്ടെല്ലിന് ബ്ലോക്കായി പോയിട്ട്, നരവിന് ബ്ലോക്കായി പോയിട്ട് നടുവിന് ഓപ്പറേഷൻ. നട്ടെല്ലിന് 2-3 പിന്നെ എല്ല് പൊടിഞ്ഞും പോയിന് നട്ടെല്ലിൻ്റെ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വിഷമം വന്നത്. ആ ചെയ്യുമ്പം തന്നെ കുറച്ച് വൈകിപ്പോയിന്. ആ വന്നപാട് ചെയ്തിട്ടില്ല. പിന്നെ അത് എങ്ങനെയെങ്കിലും നാടൻ കഷായവും മരുന്നെല്ലാം കുടിച്ചിട്ട് മാറുമെന്നാണ് വിചാരിച്ചിന്. അപ്പോൾ അത് പറ്റിയില്ല. അത് പറ്റാതെ കൊണ്ട് പിന്നെ ഇത് കുറച്ച് കൂടുതലായിപ്പോയി ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞു ഇത് നല്ലോണമായി, ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പയ്യെ മംഗലാപുരത്ത് പോയി കൊണ്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞു 6 മാസം ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ ഇഞ്ചക്ഷൻ എടുത്ത് 3 മാസം ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ എനിക്ക് ഒരു പൊടി നടക്കാൻ കഴിയുന്നില്ല. പിറ്റത്തെ പ്രാവശ്യത്തിന് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യാണ്ടാവില്ല എന്നാണ്. ഞാൻ വിചാരിച്ചു ഈ ഇഞ്ചക്ഷൻ എടുത്താൽ ഓപ്പറേഷൻ ചെയ്യാണ്ടാവുമെന്നാണ് വിചാരിച്ചിന്. അപ്പോൾ ആവില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് 3 മാസം ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം മറ്റേ ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് നോക്കാൻ. അന്നേരം തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ എണീറ്റ് നടക്കുമെന്ന് പറയാൻ ഇടയ്ക്ക് തളർന്നു പോകുമെന്ന് പറഞ്ഞു. തളരാണ്ട് പോകണം. ഞാൻ അന്നേരം പറഞ്ഞു എന്തായാലും എനിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നടക്കാനാവില്ല, എന്തായാലും എണീക്കാനാവില്ല. അതുകൊണ്ട് അത്രയും ആയിന് ഞാൻ, ഇനി എനിക്കാവില്ല. അതുകൊണ്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കിട്ടുമെന്ന് വെച്ചിട്ടാണ് എൻ്റെ ഒറ്റ ധൈര്യത്തുമ്പിലാണ് ഞാനിപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തത്. മക്കളോട് പറഞ്ഞാൽ അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല, അമ്മേൻ്റെ ധൈര്യം പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ധൈര്യത്തുമ്പില്ല ഇപ്പോഴത്തെ ഈ നടുവിൻ്റെ നട്ടെല്ലിൻ്റെ ഉള്ള ഓപ്പറേഷൻ ചെയ്തത്. അതിനുശേഷം ഞാനിപ്പം 2-3 മാസമായി ഈ പീലേരിയ ആയുർവേദത്തിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു തരാൻ പറഞ്ഞു. നമുക്ക് 3 മാസം കഴിഞ്ഞ് എല്ലാം പണിയെടുക്കാൻ, എക്സസൈസ് എല്ലാം ചെയ്യാൻ കുറേശ്ശെ പണിയെടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഈ പച്ചക്കറിയെല്ലാം നടാനും ഇതിനെല്ലാം ചെയ്യാനും തുടങ്ങി. ഞാനൊരു ഈ യൂട്യൂബ് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം 3-4 കൊല്ലം മുമ്പേ എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോൻ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ പച്ചക്കറീൻ്റെ എല്ലാം ആൾ വന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെ പോവുക, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മോശമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിന് നിന്നത്. അന്നേരം എനിക്ക് തുടങ്ങണമെന്നുണ്ട്, അപ്പോഴേ തുടങ്ങാൻ പറ്റിയില്ല. പിന്നെ ഒരു ഇതും വന്നില്ല. പിന്നെ ഇപ്പം എനിക്ക് അതിന് ശേഷം ഒരു ഫോൺ വാങ്ങിയിട്ട് ഫോൺ വാങ്ങി. എന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാൻ തന്നെ കാരണം. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഇപ്പം വന്നതിന് ശേഷം പുറത്തുനിന്നൊന്നും പോയിട്ട് ഒന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല, റബ്ബർ ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഈ വീട്ടിൻ്റെ വിറ്ററിന് ഇങ്ങനെ കളിക്കാനേ പറ്റുന്നില്ലൂ. അതിൻ്റെ ഒരു ഇതും കൂടി ആ വിഷമവും കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കുറേശ്ശെ ചെയ്യുമ്പോൾ എനിക്കതൊരു ഊർജ്ജം കിട്ടുന്നു. അന്നേരം ഞാനത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനി ചെയ്യാൻ നിൽക്കാനും കാരണം. പിന്നെ എന്താ പറയേണ്ടത് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളത്? എനിക്ക് 4 മക്കളാണ് ഉള്ളത്. പിന്നെ 2 ആണും 2 പെണ്ണും. മൂത്തത് പെണ്ണാണ്, ഓൾക്ക് ജോലിയുണ്ട്. ഓള് പിന്നെ വാട്ടർ അതോറിറ്റിയിലാണ് ഒക്കെ ജോലി. പിന്നെ രണ്ടാമത്തെ മോൾക്ക് പിന്നെ KSB ചിട്ടീൻ്റെ കളക്ഷൻ ഏജൻ്റായിരുന്നു. പക്ഷെ ഓള് മരിച്ചിട്ട് 2 കൊല്ലമായി. ഈ ഫെബ്രുവരി വന്ന 2 വർഷം എത്തി. ഓക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഓള് ഭർത്താവും കൂടി ആ കുട്ടികളെ നോക്കുന്നത് കൊണ്ട് ആ കുട്ടികൾ അങ്ങനെ പോകുന്നു. ഓക്ക് പിന്നെ മോള് പോയതിൻ്റെ വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യം ഒരിക്കൽ ക്യാൻസർ വന്ന് മാറി, രണ്ടാമത്തെ വന്നതിന് ശേഷമാണ് ഇത്. പിന്നെ രണ്ടാമത് ആ കൊറോണയുടെ സമയത്തായിരുന്നു ടെസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അവർ പോകുമ്പോഴേക്ക് കുറേ നല്ലോണം ആയിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അങ്ങനെയാണ് എൻ്റെ 4 ഒരു മോൻ ഗൾഫിലാണ് ഉള്ളത്, ഒരു മോൻ ഇവിടെ തന്നെയുണ്ട്, ഓൻ ഡ്രൈവറാണ്. അങ്ങനെയാണ് ഉള്ളത്. എല്ലാവരും പിന്നെ പണി ഡ്രൈവറാണ്. മൂത്തവനും ഡ്രൈവർ തന്നെയാണ്. നല്ലോണം ഗൾഫിൽ പോയിട്ടാണ് ഉള്ളത്. ഓനും അങ്ങനെ ഉള്ളത്. എല്ലാവരും മൂത്ത മോനും ചെറിയൊരു വിഷമത്തിൽ പെട്ടിട്ടാണ് ഉള്ളത്. അങ്ങനെയെല്ലാം ഉള്ള വിഷമങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതൊന്നും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും നിങ്ങൾ എൻ്റെ മക്കളെ പറ്റി ചോദിച്ചതിനോട് പറഞ്ഞതാണ്, ഞാൻ പറയണം എന്നുള്ള ഒരു ഇതുകൊണ്ട്. പിന്നെ എന്നോട് ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ പനിക്കൂർക്ക കൂർക്ക പിന്നെ കിഴങ്ങ് നട്ട് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. കൂർക്കക്കിഴങ്ങ്
ഞാനത് നട്ട് കാണിച്ചു കൊടുക്കാം. ഞാൻ വിത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. വിത്ത് കൊണ്ടുവന്നിട്ടാകുമ്പം ഞാൻ മുമ്പ് എനിക്കുണ്ടായിരുന്നു, അതെല്ലാം പോയി ഇനി പിന്നെ കഴിഞ്ഞാലേ വിത്തില്ല. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അത് ഞാൻ കൂർക്കക്കിഴങ്ങിൻ്റെ കൃഷി ഞാൻ കാണിച്ചു തരാം. അത് അടുത്ത് തന്നെ ഞാൻ കാണിക്കും. പിന്നെ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ എല്ലാവർക്കും ഞാൻ പിന്നെ ഒന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ പിന്നെ മധുരക്കിഴങ്ങ് എന്ന് പറയില്ലേ, ശർക്കരക്കിഴങ്ങിൻ്റെ അതിൻ്റെ വള്ളി എവിടുന്നും കിട്ടുമെന്ന്. പിന്നെ ഞാനിവിടെ എവിടെയാണ് അടുത്തുള്ളവരാണെങ്കിൽ സാറിൽ ഞാനിതിപ്പം ആയിക്കഴിഞ്ഞാൽ ഞാൻ വള്ളി തരാം. പിന്നെ നിങ്ങൾ ഞാൻ ഇവിടുന്നാകുമ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും മേടിക്കൽ വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന ആൾക്കാർ ആണെങ്കിൽ അടുത്താണെങ്കിൽ ഞാൻ ഇവിടുന്ന് സംഘടിപ്പിച്ച് തരാമായിരുന്നു. പിന്നെ അത് ഇല്ലെങ്കിൽ ആ വള്ളി എനിക്ക് അല്ലെങ്കിൽ ഞാനിവിടെ നട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്നായിട്ടാണ് അന്നേരം ആ വള്ളി തരാം. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഉണ്ടാവും, മേലെ നട്ടെടുത്ത് ഉണ്ടെങ്കിൽ അന്നേരം തരാം. പിന്നെ വേറെ ഇപ്പം എന്ന് വെച്ചാൽ പന്തലിൻ്റെ ഇത് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട് ഞാനത് കാണിച്ചു കൊടുത്തിന്. ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. ഇനിയിപ്പം എനിക്കെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇത് പൈസ കയറണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ വ്യൂസും നിങ്ങളെ സബ്സ്ക്രൈബറും എല്ലാം വേണം. എന്നാൽ മാത്രമേ എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ ആര് വിചാരിച്ചാലും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങളെ ഒറ്റ കഴിവ് കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നെ നിങ്ങളെല്ലാവരും ഏറ്റിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ എനിക്കും നിങ്ങളെല്ലാ മക്കൾക്കും എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇന്നും നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യണം. നിങ്ങളെല്ലാവരും അറിയുന്നവരൊക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എപ്പോൾ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.